بسم الله الرحمن الرحيم ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والذباب وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടാവായ റബ്ബിന്റെ സൃഷ്ടിയാണ്. ആ റബ്ബിന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് ഇതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൃഷ്ടാവിന്റെ നിയമങ്ങളിൽ നിന്ന് ഒരു അളവ് പോലും വ്യതിചലിച്ച് സഞ്ചരിക്കാൻ ഒന്നിനും തന്നെ സാധ്യമല്ല. എന്നാൽ മനുഷ്യനു മാത്രമാണ് പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയും തിന്മയും തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. ഒരു മൃഗത്തെ സംബന്ധിച്ച്, ഒരു പക്ഷികളെ സംബന്ധിച്ച് അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികൾക്കൊന്നും അല്ലാഹു അതിനുള്ള അവസരം കൊടുത്തിട്ടില്ല. ഏറ്റവും വലിയ നന്മ സൃഷ്ടാവായ ആ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. ഏറ്റവും വലിയ തിന്മ ആ റബ്ബിന്റെ നിയമങ്ങൾക്ക് വിധേയമായി, ആ റബ്ബിന്റെ നിയമങ്ങൾക്കെതിരായി കൊണ്ടുള്ള പ്രവർത്തനവും ആ റബ്ബിലുള്ള ശിർക്ക് വെക്കലുമാണ്. അതാണ് ലോകത്തെ ഏറ്റവും വലിയ തിന്മയായി അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സകല സൃഷ്ടിജാലങ്ങളും ആ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ആ റബ്ബിനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ നന്മയും തിന്മയും തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയ മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യൻ അല്ലാഹുവിനെ ആരാധിക്കേണ്ടതിനു പകരം ഖബറുകളെയും പുണ്യ പുരുഷന്മാരെയും മരങ്ങളെയും മൃഗങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അമ്മയെയും ബീവിയെയും മനുഷ്യ അവയവങ്ങളെ വരെ, അഥവാ മനുഷ്യന്റെ ലൈംഗികമായ അവയവങ്ങളെ വരെ ആരാധിക്കുന്ന മനുഷ്യന്മാർ ലോകത്തുണ്ട്. മനുഷ്യർ മുഴുവൻ അറിഞ്ഞിരിക്കേണ്ട പച്ചയായ യാഥാർത്ഥ്യമാണ് മനുഷ്യൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളും
മനുഷ്യർ ആരാധിക്കുന്ന കല്ലുകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മൃഗങ്ങളും അഥവാ മനുഷ്യരല്ലാത്ത മറ്റു വസ്തുക്കൾ മുഴുവൻ ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നതാണ്. അതാണ് പ്രമാണങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഏകനായ സൃഷ്ടാവിൽ നിന്ന് ജിബ്രീൽ എന്ന മലക്ക് മുഖേന അവസാനത്തെ ദൈവദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കിട്ടിയ 14 നൂറ്റാണ്ടുകൾ പിന്നിട്ട യാതൊരുവിധ മാറ്റത്തിരുത്തലുകൾക്കും വിധേയമല്ലാത്ത അതിലെ ഓരോ പ്രവചനങ്ങളും ഓരോന്നും പുലർന്നുകൊണ്ടിരിക്കുന്ന ലോകാവസാനം വരെ മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമായ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നത് അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് والشمس والقمر والنجوم والجبال والشجر والذباب وكثير من الناس അലം തറ മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും ആ റബ്ബിന് സുജൂദ് ചെയ്യുന്ന നിങ്ങൾ കാണുന്നില്ലേ വശംസു സൂര്യൻ വൽ ഖമറു ചന്ദ്രൻ വന്നുജൂമു നക്ഷത്രങ്ങൾ വൽ ജിബാലു പർവ്വതങ്ങൾ വശജറു മരങ്ങൾ വദ്ദവാബ് മറ്റു ജീവജാലങ്ങൾ വകസീറും മിനന്നാസ് മനുഷ്യരിൽ കുറെ ആളുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഉപയോഗിച്ച വകസീറും മിനന്നാസ് എന്നുള്ള പദമെടുത്തു നോക്കി. ആകാശഭൂമികളിലുള്ള എല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും മരങ്ങളും എല്ലാ ജീവജാലങ്ങളും വകസീറും മിനന്നാസ് മനുഷ്യരിൽ കുറെ ആളുകൾ. എന്നാൽ ചില ആളുകൾ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നില്ല. കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചിരുന്നു. പ്രപഞ്ചം മുഴുവൻ സൃഷ്ടാവിന് പ്രണാമം അർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ആ റബ്ബിനത ലോകത്തുള്ള സകല ജീവജാലങ്ങളും ആ റബ്ബിനെ തസ്ബീഹ് നടത്തുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട്. അതാണ് തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു, ആ റബ്ബിന് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ആ റബ്ബിനെ സ്തുതിക്കാത്ത, ആ റബ്ബിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാത്തതായി ലോകത്തൊന്നും തന്നെ ഇല്ല. എല്ലാം അല്ലാഹുവിന്റെ തസ്ബീഹും തഹ്മീദും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, എന്നാൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തസ്ബീഹും അവർ ചൊല്ലുന്ന തസ്ബീഹും തഹ്മീദൊന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചെന്തല്ല, അവന് ഗ്രഹിക്കാൻ അവന് മനസ്സിലാക്കാൻ പറ്റൂല എന്നാണ്. അഥവാ ലോകത്തെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നുണ്ട്, അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്, അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മിൻ ദാബത്തിൻ വൽ മലായിക. അള്ളാഹുവിനത് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ ഏതൊരു ജീവിയും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. വൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകളും ആ റബ്ബിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വഹും ലാ യസ്തക്ബിറൂൻ, അവരാരും ആ സുജൂദ് ചെയ്യുന്ന കാര്യത്തിൽ അഹങ്കാരം കാണിക്കുന്നില്ല. അവിടെ അഹങ്കാരം കാണിക്കൂല, അവരൊക്കെ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ജീവികളെയും വസ്തുക്കളെയും പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ആവശ്യത്തിനോ ഉപയോഗത്തിനോ അല്ലാതെ അതിനെ നശിപ്പിച്ചു കളയാൻ മനുഷ്യർക്ക് അവകാശമല്ല. ഈ പ്രപഞ്ചവും അതിലുള്ള മുഴുവൻ
അള്ളാഹു മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആകാശഭൂമികളിലുള്ള എന്തൊക്കെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം അള്ളാഹു മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കല്ലാതെ അവയെ ഉപയോഗിക്കാനോ നശിപ്പിക്കാനോ പാടില്ല. അവന് ഉപകാരം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നശിപ്പിക്കാൻ വേണ്ടി ഒന്നിനെയും ഉപയോഗിക്കാൻ അല്ലാഹു തആല സമ്മതിച്ചിട്ടില്ല. നമുക്ക് നിസ്സാരമായ ഒരു ഉറുമ്പിനെ പോലും അല്ലാഹു തആല സൃഷ്ടിച്ചത് പല ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന് ഉപദ്രവമുണ്ടോ? മനുഷ്യൻ നശിപ്പിക്കാനുള്ള അപകാരം. ഒരു പാമ്പ് മനുഷ്യന് ഉപദ്രവമാണോ? ആ പാമ്പിനെ കൊല്ലാൻ ഇസ്ലാം അനുവദിച്ചു. ഒരു മൃഗത്തെ കൊല്ലാൻ, ആ മൃഗം നമുക്ക് ഉപദ്രവമുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ ഇസ്ലാം അനുവദിച്ചു. നോക്കി, നമ്മൾ നിസ്സാരമായി നമ്മൾ കാണുന്ന എത്ര ഒരു നിസ്സാരമായ ഒരു വസ്തു, ഇപ്പോ ഒരു തേരട്ട അല്ലെ, മനുഷ്യന് പലരും വിളിക്കലുണ്ട്, പല പേരിലും വിളിക്കുന്നുണ്ട്. ചേരാട്ടാന്ന് വിളിക്കും, തേരട്ടാന്ന് വിളിക്കും. അല്ലാഹു തആല ഇതിനെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അല്ലാഹു ഒരു സാധനത്തിനും വെറുതെ ഒരു ഉപകാരമില്ലാതെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ഉപകാരം അതിനെ കൊണ്ടുണ്ടാവും. ചിലപ്പോൾ മനുഷ്യർക്കായിരിക്കും, ചിലപ്പോൾ മൃഗങ്ങൾക്കായിരിക്കും, ചിലപ്പോൾ പക്ഷികൾക്കായിരിക്കും. ഉപകാരമില്ലാത്ത ഒരു വസ്തുവും ആ ജീവനുള്ളതായിക്കോട്ടെ ജീവനില്ലാത്തതായിക്കോട്ടെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. എന്തെങ്കിലൊക്കെ ഉപകാരം ആ ജീവനെ കൊണ്ട് മനുഷ്യർക്കോ മറ്റു മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഉണ്ടാവും. നോക്കൂ നിങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉറുമ്പിനെ നശിപ്പിച്ച പ്രവാചകൻ അല്ലാഹു ആക്ഷേപിച്ച ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ബലിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഖറസത്തു നംലത്തുൻ നബിയ്യ മിനൽ അംബിയായി, നബിമാരിൽപ്പെട്ട ഒരു പ്രവാചകനെ ഒരു ഉറുമ്പ് കടിക്കുന്നു. ആ ഉറുമ്പ് കടിച്ച സമയത്ത് ആ ഉറുമ്പ് കടിച്ച സമയത്ത് ആ പ്രവാചകൻ തന്റെ അനുയായികളോട് ആ ഉറുമ്പിന്റെ തായ്വരകളെ മുഴുവൻ നശിപ്പിച്ചു കളയാൻ പറഞ്ഞു. തന്റെ അനുയായികളെ ആ ഉറുമ്പിന്റെ തായ്വര മൊത്തം കരിച്ചു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് വഹി കൊടുത്തു എന്നാണ്. അല്ലാഹു തആല പറയാണ്, ആ പ്രവാചകനോട് പറഞ്ഞു, നിന്നെ കടിച്ചത് ഒരു ഉറുമ്പാണ്. കറസത്തുക നംലത്തുന്നാണ്, നിന്നെ കടിച്ചിരിക്കുന്നത് ഒരു ഉറുമ്പ് മാത്രമാണ്. പക്ഷേ നീ എന്ത് ചെയ്തു? നീ അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്ന, നോക്കി അള്ളാന്റെ പ്രയോഗം, അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്ന അഥവാ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്ന, നിന്നെ കടിക്കാത്ത, നിനക്കൊരു ഉപദ്രവമില്ലാത്ത ഉറുമ്പിന്റെ തായ്വരയെ നീ എന്ത് ചെയ്തു? നീ നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹ് ആ പ്രവാചകനെ ആക്ഷേപിച്ചതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ അല്ലാഹു തആല പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ ഉപകാരമില്ലാത്ത ഒന്നിനെയും ഈ ലോകത്ത് പടച്ചിട്ടില്ല. അങ്ങനെ പടച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്. മനുഷ്യന് ഉപകാരമില്ലാത്തൊരു സാധനം ഇന്ന് ലോകത്തെ ഹലാലും ഹറാമും ചർച്ചയാകുന്ന കാലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വളരെ വലിയ ചർച്ചയായ വിഷയമാണ് ഹലാലും ഹറാമും. ഇസ്ലാമിലെ ഹറാമുകൾ എണ്ണോക്കിയുണ്ടെങ്കിൽ, ഇസ്ലാമിലെ ഹറാം എടുത്ത് എണ്ണോക്കിയാൽ നമുക്ക് വിരലിൽ എണ്ണാൻ പറ്റും. ഹലാലുകൾ എണ്ണോക്കിയാൽ എണ്ണിയാൽ തീരൂല. അല്ലാഹു തആല ഒരു കാര്യം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മനുഷ്യൻ എന്തില്ല, ഒരു ഉപകാരം ഉണ്ടാവില്ല. ഉപദ്രവമല്ലാതെ ഒരു ഉപകാരം മനുഷ്യൻ അതുകൊണ്ട് ഉണ്ടാവില്ല. എന്നാൽ ബാക്കിയെല്ലാം മനുഷ്യന് ഉപകാരമായി കൊണ്ടാണ് എന്ത് ചെയ്തത്? അല്ലാഹു തആല ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, വെള്ളിയാഴ്ച ദിവസം നമുക്ക് എത്ര ആളുകൾക്ക് ഇന്നത്തെ ദിവസത്തെ പേടിയുണ്ട്? വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കി വെള്ളിയാഴ്ചയെ ഭയക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്? വെള്ളിയാഴ്ചയെ മൃഗങ്ങൾ പേടിക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വെള്ളിയാഴ്ച ദിവസത്തെ ഭയപ്പെടാത്ത ഒരു മൃഗവും ഇല്ലെന്ന്. ലാ തത്ലുഉ ശംസു വലാ തഅറുബു അലാ യൗമി അഫ്ളലി മിൻ യൗമിൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം, അഥവാ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദിവസം ഏതാണ്? മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ചയാണ്.
വമാ മിൻ ദാബത്തിൻ ഇല്ലാ തംസഉ ലിയൗമിൽ ജുമുഅ ഇല്ലാ തൻസഉ ലിയൗമിൽ ജുമുഅ. ജുമുഅ ദിവസത്തെ വെള്ളിയാഴ്ചയെ പേടിക്കാത്ത ഒരു മൃഗവും ലോകത്തില്ല എന്നാണ്. ഇല്ലാ ഹദൈനി സഖീലൈനി മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരും ജിന്നുകളും ഒഴിച്ച്. മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും വെള്ളിയാഴ്ചയെ പേടില്ല. എന്നാൽ വെള്ളിയാഴ്ചയെ പേടിക്കാത്ത ഒരു മൃഗവും അല്ലാഹു തആല ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. എല്ലാം അല്ലാഹുവിനെ പേടിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? വെള്ളിയാഴ്ചയാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് അല്ലാഹുവിന്റെ മുന്നറിയിപ്പുള്ളതുകൊണ്ട്. ഇതൊക്കെ കൃത്യമായി പ്രിയപ്പെട്ടവരെ ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. ഇനി നോക്കൂ, നിങ്ങൾ തെമ്മാടികളായിട്ടുള്ള ആളുകൾ, ഭൂമിയിലെ കുഴപ്പങ്ങളും ഫസാദുകളും ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരെ കൊണ്ട് ഭൂമിയിലുള്ള ജീവജാലങ്ങൾ, മൃഗങ്ങൾ, മരങ്ങൾ, ആ നാട് ഒക്കെ ആ മനുഷ്യനെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെയുള്ള ഒരാൾ മരിക്കണ സമയത്ത് ആ ജീവികളെ അവനിൽ നിന്ന് ആശ്വസിക്കുന്നതാണ്. ഒരു തെമ്മാടിയായ ഒരു മനുഷ്യൻ മരിക്കുമ്പോ ആ നാട്ടിലെ മൃഗം ആശ്വാസം കണ്ടെത്തും. ഏറ്റവും വലിയ തെമ്മാടിത്തേതാ? ഏറ്റവും വലിയ ഫസാദ് പ്രിയമുള്ളവരെ ആരാധനകളെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. വ്യഭിചാരം, മോഷണം, കൊലപാതകം എന്നല്ല ഏറ്റവും വലിയ പാപം. ഏറ്റവും വലിയ പാപം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് പ്രാർത്ഥനകൾ, നമ്മുടെ ഇബാദത്തുകൾ അർപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ തെമ്മാടിത്തം. അങ്ങനെ തെമ്മാടിത്തം കാണിക്കുന്ന ആളുകളിൽ നിന്ന് മൃഗങ്ങൾ ആശ്വാസം കണ്ടെത്തും അയാൾ മരിക്കുമ്പോൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് ഒരു ജനാസയുടെ അരികിലൂടെ പ്രവാചകൻ നടന്നു പോവുകയാണ്. ആ സമയത്ത് പ്രവാചകൻ ആ ജനാസ കണ്ടപ്പോ പ്രവാചകൻ അവിടുന്ന് പറയാണ്, അയാൾ വിശ്രമിച്ചു, അയാളിൽ നിന്ന് വിശ്രമിച്ചു. സ്വഹാബാക്കൾക്ക് സംശയമായി. സ്വഹാബാക്കൾ ചോദിക്കാണ്, അള്ളാന്റെ പ്രവാചകരെ, ആരാണ് വിശ്രമിച്ചത്? ആരിൽ നിന്നാണ് വിശ്രമിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വിശ്വാസിയായ ഒരു അടിമ അയാള് വിട പറയുമ്പോ മരണപ്പെടുന്ന സമയത്ത് അയാള് ഇഹലോകത്തെ ക്ഷീണത്തിൽ നിന്നും ഇഹലോകത്തിലെ ബുദ്ധിമുട്ടിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും അയാള് ആശ്വാസം കണ്ടെത്തി. എന്നാൽ തെമ്മാടിയായ ഒരാളാണ് മരിക്കുന്നെങ്കിലോ അള്ളാഹുവിന്റെ അടിമകളും രാജ്യങ്ങളും മരങ്ങളും മൃഗങ്ങളും, അതാണ് പ്രവാചകൻ പറഞ്ഞത്, المؤمن يستريح من نسب الدنيا وعذاها إلى رحمة الله والعبد والفاجر يستريح منه العباد والبلاد والشجر والذباب. അയാളിൽ നിന്ന്, ആ തെമ്മാടിയായ മനുഷ്യൻ മരിക്കുമ്പോ അയാളിൽ നിന്ന് ലോകത്തുള്ള അടിമകൾ, നാട്ടിലെ ആളുകൾ, രാജ്യം, മരങ്ങള്, മൃഗങ്ങള് എല്ലാം അദ്ദേഹത്തിൽ നിന്ന് എന്ത് ചെയ്തു? ആ മനുഷ്യനിൽ നിന്ന്, തെമ്മാടിയായ മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെട്ടു, വിശ്രമിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ പഠിപ്പിച്ചു തരാണ്. അപ്പോ നോക്കൂ നിങ്ങൾ, ഇവിടെ മനുഷ്യൻ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ചെയ്യുന്ന ഓരോ തെമ്മാടിത്തവും ഫസാദും അത് ലോകത്തുള്ള ഈ ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. നമ്മളെ കൊണ്ടൊരു മൃഗം ബുദ്ധിമുട്ടിയാല്, ആ മൃഗത്തിന് ഒരു പക്ഷിക്ക് പ്രയാസം ഉണ്ടായാല്, എന്തൊരു നാട്ടിലെ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടായാല്, ആ നാടിന് പ്രയാസം ഉണ്ടായാല് നാളെ പരലോകത്ത് അതിന് പോലും ആ മനുഷ്യന് കണക്ക് പറയേണ്ടി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. നോക്കൂ നിങ്ങളെ, ദൈവിക ബോധനത്താൽ വഹീനാൽ മാത്രം സംസാരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു പശു സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പഠിപ്പിച്ചിരുന്നു. ഒരിക്കല് ഒരു സുബഹി നമസ്കാരം കഴിഞ്ഞാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബാക്കളോട് പറയാണ്, ഒരാളിങ്ങനെ ഒരു പശുവിനെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുകയാണ്. അങ്ങനെ ആ വ്യക്തി അതിന്റെ പുറത്ത് കയറി, ആ പശുവിന്റെ പുറത്ത് കയറി, എന്നിട്ട് അതിനെ വല്ലാതെ അടിക്കാണ്, ഉപദ്രവിക്കാണ്.
ആ സമയത്ത് പശു പറഞ്ഞു എന്നാണ്. പശു പറയാണ്, ഞാൻ ഇന്നാലം നുഖ്ലഖ് ലിഹാദ, എന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടല്ല, എന്നെ പുറത്തു കയറാനും എന്നെ അടിക്കാനും വേണ്ടിയിട്ടല്ല അള്ളാഹു എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നെ അല്ലാഹു തആല ഇന്നമാ ഖുലിഖ്നാ ലിഹർസിനാണ്. എന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. ഉപയോഗം എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ കൃഷി ആവശ്യങ്ങൾക്ക്, അതാണ് ഹർസ് കൊണ്ട് ഉദ്ദേശം അല്ലെ, കൃഷി ആവശ്യങ്ങൾക്ക്. അതേപോലെ തന്നെ പാല് കുടിക്കാൻ, ഇതിനൊക്കെയാണ് അല്ലാഹു തആല പശുവായ എന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കണം, സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തതകല്ലമു, അല്ലാഹുവിന്റെ റസൂലേ പശു സംസാരിക്കുകയാണ്. സ്വഹാബാക്കൾക്ക് അത്ഭുതമായി, സ്വഹാബാക്കൾ പശു സംസാരിക്കുക. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നി ഊമിനു ബിഹാദാ അന വഅബൂബക്കർ വഉമർ, ഞാനും അബൂബക്കറും ഉമറും ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇത് അല്ലാഹുവിന്റെ വഹിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് അറിയിച്ചു തന്ന കാര്യമാണ് എന്ത്, ഒരു പശു സംസാരിച്ചു എന്നുള്ളത്. അപ്പൊ മനുഷ്യനെ, പ്രിയപ്പെട്ടവരെ, മൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരത എത്രത്തോളം ഉണ്ട്. ഓരോ മൃഗങ്ങളും അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് എന്തുമാത്രം കണക്ക് നാളെ പടച്ചറബിന്റെ മുന്നിൽ പറയേണ്ടി വരും. ആ മൃഗങ്ങളെ പടച്ചറബിനോട് എത്ര തവണ മനുഷ്യൻ കാണിക്കുന്ന ഉപദ്രവങ്ങൾക്ക് പരാതിപ്പെട്ടിട്ടുണ്ടാവും. ഒരു ഒട്ടകം പ്രവാചകൻ ശാസനയുടെ അടുത്ത് വന്ന് പരാതിയുണ്ട്. ഒരു ഒട്ടകം, പീഡനത്തിന് വിധേയമായ ഒരു ഒട്ടകം പ്രവാചകനെ കണ്ടുമുട്ടിയപ്പോ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ആവലാതി പറയണം, അല്ലാണ്ട് റസൂലെ ഞങ്ങള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്ര പോവുകയാണ്. സ്വഹാബത്ത് പറയാണ്, അങ്ങനെ ബനു നജ്ജാറുകാരുടെ ഒരു തോട്ടത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒരു ഒട്ടകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോ ഇങ്ങനെ തേങ്ങിക്കരയുന്നു. ആ ഒട്ടകത്തിന്റെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒട്ടകത്തിന്റെ അരികിലേക്ക് ചെന്ന് അതിന്റെ നെറ്റിയിലും അതിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പ്രവാചകൻ തടവി കൊടുക്കുകയാണ്. തടവി കൊടുത്തിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ, ആരാണ്? അൻസാരിൽപ്പെട്ട ഒരാള് കടന്നു വന്നു. പ്രവാചകരെ, ഞാനാണ് ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിനക്ക് ഉടമപ്പെടുത്തി തന്ന ഈ മൃഗത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ നീ സൂക്ഷിക്കണില്ലേ? അല്ലാണ്ട് നീ പേടിക്കണില്ലേ? നീ ആ മൃഗത്തെ പട്ടിണിക്കിട്ടതായും അതിനെ കൊണ്ട് ഭാരിച്ച ജോലി നീ ചെയ്യിപ്പിച്ചതിനെ ബുദ്ധിമുട്ടിച്ചതായും ആ ഒട്ടകം എന്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചിട്ട് പറയാണ്. മാത്രമല്ല, ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മനുഷ്യന് അവന്റെ അഹങ്കാരം കൊണ്ട് പ്രവാചകനെ തിരിച്ചറിയാൻ പറ്റണില്ല. ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ആളുകൾക്ക് പോലും ആരാ പ്രവാചകൻ എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടി കൊടുക്കാനില്ല. ആ പ്രവാചകന്റെ ചര്യകളെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കണില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ഇന്ന് ആളുകൾ അവഗണിക്കാണ്, അതിനെ പുച്ഛിച്ചു കളയാണ്. നോക്കൂ നിങ്ങള്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരിക്കല് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്ര പോണ സമയത്ത് ബനൂ നജ്ജാറുകാരുടെ ഒരു തോട്ടത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചപ്പോ ആ തോട്ടത്തിൽ എന്തുണ്ട്, ഒരു ഉപദ്രവിക്കുന്ന, ആരെ കണ്ടാലും വന്ന് ഉപദ്രവിക്കുന്ന ഒരു ഒട്ടകം ആ തോട്ടത്തിലുണ്ട്. പ്രവാചകനും ഞങ്ങളും ആ തോട്ടത്തിലേക്ക് ഇങ്ങനെ കയറാൻ ചെന്നപ്പോ സ്വഹാബാക്കൾ പ്രവാചകൻ പറഞ്ഞു, പ്രവാചകരെ, അവിടെ ഒരു ഒട്ടകമുണ്ട്, ആ ഒട്ടകം ആരെ കണ്ടാലും ഉപദ്രവിക്കും, അതുകൊണ്ട് അതിന്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ആ ഒട്ടകത്തിന്റെ അടുത്തേക്ക് പോവരുത്, അത് വല്ലാതെ ഉപദ്രവിക്കുന്ന ഒട്ടകമാണ് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തോട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആ ഒട്ടകത്തിനെ വിളിച്ചു. ഒട്ടകത്തെ വിളിച്ചപ്പോ ആ ഒട്ടകം, പ്രിയപ്പെട്ടവരെ, തന്റെ ചുണ്ട് മണ്ണോട് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് വളരെ വിനീതമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പ്രവാചകന്റെ മുന്നിൽ മുട്ടുകുത്തിയ ഒട്ടകം. പ്രവാചകൻ ആ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച്
അതിന്റെ ഉടമസ്ഥന് പ്രവാചകൻ കൊടുക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഞാന് പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്നറിയാത്ത ഒരു ജീവിയും ആകാശഭൂമികളിൽ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അള്ളാഹു ആകാശഭൂമികളിൽ സൃഷ്ടിക്കപ്പെട്ട ഏതൊരു ജീവജാലങ്ങളുണ്ടോ അതിനൊക്കെ അറിയാം, ഏതൊരു സൃഷ്ടിയുണ്ടോ അവർക്കൊക്കെ അറിയാം ഞാൻ അള്ളാഹുവിന്റെ ദൈവദൂതനാണെന്ന്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ചില ആളുകൾ ഒഴിച്ച്. എത്ര ഗൗരവമുള്ള വാക്കാണ്. മനുഷ്യന്മാരിലും ജിന്നുകളിലും പെട്ട ചില ആളുകൾക്ക് ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് അറിയില്ല. അള്ളാഹു സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങൾക്കും അറിയാം ഞാൻ അള്ളാഹിന്റെ ദൂതനാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ സൃഷ്ടികളെ, ആ ജീവജാലങ്ങളെ ഉപദ്രവിക്കാൻ ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും നമുക്ക് ചില ആളുകൾക്കുണ്ട് എന്തിനെ കണ്ടാലും എറിയുന്ന സ്വഭാവം. ഒരു ഉപദ്രവമില്ലാത്തൊരു നായി അതിൽ റോട്ടിൽ കൂടെ പോവാണ്, കയ്യിൽ കല്ലെടുത്തെറിയും. ഒരു കോയിനെ കണ്ട കല്ലെടുത്തെറിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലാ തുസുബ്ബുദ്ദീഖ് എന്നാണ്. ലാ തുസുബ്ബുദ്ദീഖ്, നിങ്ങൾ കോയിനെ ചീത്തറിയാൻ പാടില്ല. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതൊക്കെ സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. ലാ തുസുബ്ബുദ്ദീഖ്, നിങ്ങൾ കോയിനെ ചീത്ത പറയരുത്. ഫഇന്നഹു യൂഖിദു ലിസ്സലാ, നിങ്ങളെ നമസ്കാരത്തിന് വിളിച്ചുണർത്തുന്നത് ഈ കോയിയാണ്. നിസ്കാരത്തിന് വിളിക്കൽ കോയിയാണ്. അതുകൊണ്ട് അതിനെ ചീത്ത അറിയാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കിയ ഒരു കൃഷി അല്ലെ, ആ കൃഷിയിൽ നിന്ന് മാമിൻ മുസ്ലിമിൻ യഗ്രിസു അർസ, ഒരു മുസ്ലിമായൊരു മനുഷ്യന് ഒരു ചെടി നടാണ്, ഒരു തൈ നടാണ്. ഇല്ലാ കാന മാ ഉഖില മിൻഹു ലഹു സദഖ, ആ ചെടിയിൽ നിന്ന് എന്ത് ഭക്ഷിച്ചാലും, ഏതൊരു ജീവി അതിൽ നിന്ന് ഭക്ഷിച്ചാലും ആ മനുഷ്യന് അതിന് സ്വതക്കന്റെ കൂലിണ്ട് എന്നാണ്. വമാ സുരിക മിൻഹു ലഹു സദഖ, അത് മോഷ്ടിക്കപ്പെട്ടാൽ, നമ്മൾ ഉണ്ടാക്കിയൊരു ചെടി അത് നല്ല വിളവ് വന്ന് നല്ല പഴുത്തു നിൽക്കുന്ന അല്ലെ മാമ്പയുണ്ടായി അതൊരാള് കട്ടെടുത്താലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് എന്തുണ്ട്, ഒരു മുസ്ലിമിന് അള്ളാഹു കൊടുത്ത ഓഫറാണ്, അതിന് നിനക്ക് സ്വതക്ക ചെയ്ത കൂലിയാണ്. പിരാകണ്ട. ഒരു മൃഗം, നമ്മൾ നട്ടുപിടിപ്പിച്ചൊരു തൈ ഒരു മൃഗം വന്ന് കടിച്ചുകൊണ്ടായാൽ അതിന് സ്വതക്കയുടെ കൂലിണ്ട്. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഉഖില മിൻഹു ലഹു സദഖ വമാ സുരിക മിൻഹു ലഹു സദഖ വലാ യർസഉഹു അഹദുൻ ഇല്ലാ കാന ലഹു സദഖ. ഇനി ആ ചെടി ഉണങ്ങിപ്പോയാൽ പോലും അവൻ വളം കൊടുത്ത് വെള്ളമൊഴിച്ച് ഉണ്ടാക്കിയ വില കൊടുത്തു വാങ്ങിയ ആ തൈ ഉണങ്ങിപ്പോയാൽ പോലും ഒരു മുസ്ലിമിന് എന്തുണ്ട്, സ്വതക്കയുടെ കൂലി ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞത് അല്ലെ, ഒരു മൃഗം നമ്മൾ ഉണ്ടാക്കിയ തൈ കടിച്ചു പോയാൽ പിന്നെന്ത് ചെയ്യണ്ട, കടിക്കാൻ വരുമ്പോ നമുക്ക് ആട്ടാം. പക്ഷെ കടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പിരാഗണം ഉണ്ടല്ലോ, അത് ചെയ്യാൻ പാടില്ല. കാരണം അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മൃഗത്തെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ശപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിഷയങ്ങളാണ്. ആ മൃഗങ്ങളെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവി, ആ ജീവി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹവ്വൽതനി മിൻ ബനി ആദം ഫജ്അൽനി മിൻ അഹബ്ബു അഹ്ലിഹി വമാലിഹി ഇലൈഹി. ഒരു മൃഗം ഒരു അറേബ്യൻ കുതിര പ്രാർത്ഥിച്ച സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന യജമാനു വേണ്ടി ആ അറേബ്യൻ കുതിര പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ്. അള്ളാഹുവേ, ആദം സന്തതികളിലേക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ, അഥവാ ഒരു മനുഷ്യരിലേക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ കുടുംബത്തിലും അവന്റെ സമ്പത്തിലും നീ എന്നെ ഉൾപ്പെടുത്തണേന്ന് ആ മൃഗം, അവൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മൃഗം, ഒരു പക്ഷി എന്തായിക്കോട്ടെ, അള്ളാഹു തആലയോട് ആ ജീവജാലങ്ങൾ, ആ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവാചകൻ ശാസ്ത്രം പഠിപ്പിച്ചിരുന്നു. നോക്കൂ നിങ്ങളെ, അപ്പൊ ഇത്രയും അള്ളാഹുവിനെ, ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച എല്ലാം അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ, അള്ളാഹ്ക്ക് തസ്ബീഹ് നടത്തുന്നുണ്ടെങ്കിൽ, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ മനുഷ്യന്മാരെന്ത് ചെയ്യാണ്,
അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് അം തഹ്സബു അന്ന അക്തറഹും യസ്മഊന ഔ യഅഖിലൂന ഇൻഹും ഇല്ലാ കൽ അൻആം ബൽ ഹും അളല്ലു സബീല. അതല്ല, അവരിൽ അധിക പേരും കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവർ കന്നുകാലികളെ പോലെ മാത്രമാണെന്നാണ്. മനുഷ്യന്മാരെ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അവർ കന്നുകാലികളെ പോലെയാകുന്നു. ബൽ അല്ല, ഹും അളല്ലു സബീല, അവരെക്കാൾ പേച്ചുപോയ ആൾക്കാരാണ് അത്. മൃഗങ്ങളെക്കാൾ കന്നുകാലികളെക്കാൾ പേച്ചുപോയ ആൾക്കാരാണ് അത് മനുഷ്യന്മാര്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യർ തന്റെ രക്ഷിതാവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്നവരായി, ആ റബ്ബിന് തസ്ബീഹും തക്ബീറും തഹ്ലീലും തഹ്മീദും നടത്തുന്നവരായി വിശ്വാസികളായി നമ്മൾ മാറുക. അല്ലാഹു അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.